കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഈ സ്റ്റുഡിയോയിലേക്കും ഞങ്ങളുടെ പഠനത്തിലേക്കും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് 11ാമത്തെ പാഠമാണ്. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ക്വാർട്ടറിൻ്റെ ഏറ്റവും പരമപ്രധാനമായ വിഷയങ്ങളെയാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് എനിക്ക് കൂടുതൽ എന്ത് ചെയ്യാമായിരുന്നു എന്നുള്ളതായ ചോദ്യത്തോടു കൂടിയുള്ള ഒരു ഭാഗമാണ്. ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളേവരെയും ഇന്നത്തെ ഈ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ഡോണി മാത്യു ഇന്ന് ഈ സ്റ്റുഡിയോയിൽ ഈ പാഠം ചർച്ച ചെയ്യുന്നതിൽ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. പാസ്റ്റർ ബിനോയ് ഇന്ന് ഈ ചർച്ചയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. വളരെ സന്തോഷം. മനുഷ്യർ സാധാരണ ചോദിക്കുന്നതായ ഒരു ചോദ്യമാണ്, എനിക്ക് പ്രശ്നം വന്നപ്പോൾ ദൈവം എവിടെയായിരുന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ തിന്മ നിലനിൽക്കുന്നത്? ദൈവം ശക്തിമാനാണ് എങ്കിൽ ഈ തിന്മയെ നിവാരണം ചെയ്തുകൂടായോ എന്നുള്ളതായ ധാരാളം ചോദ്യങ്ങൾ മനുഷ്യർ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത് അവരുടെ ബുദ്ധി നേരെ ഇരിക്കുന്നതായ സമയത്തല്ല, എപ്പോഴും പ്രതിസന്ധിയിലായിരിക്കുന്നതായ സമയങ്ങളിലാണ് ഈ ചോദ്യങ്ങളൊക്കെ മനുഷ്യർ ചോദിക്കാറുള്ളത്. നമുക്ക് മനപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 37-ാമത്തെ വാക്യമാണ്. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലയോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യ തൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പാസ്റ്റർ ബിനോയ്, സാത്താന് വേദപുസ്തകത്തിൽ ധാരാളം പേരുകളുണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതൽ നമുക്ക് വെളിപ്പാട് പുസ്തകം വരെയുള്ളതായ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ സാത്താന് നൽകിയിരിക്കുന്നതായ പേരുകൾ ഒട്ടനവധിയാണ്. പക്ഷേ ആ പേരുകളൊന്നും തന്നെ പോസിറ്റീവായിട്ടുള്ളതായ പേരുകളല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സാത്താന് നൽകിയിരിക്കുന്നതായ സാത്താനെ വിളിക്കുന്നതായ ഒരു പേരുകളും നമ്മുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ നമ്മുടെ ലോകത്തിലുള്ളതായ ആർക്കും നമ്മൾ ആരും ഇടുകയും ചെയ്യുന്നില്ല. ഈ സാത്താൻ്റെ പേരുകൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ചിലത് എന്തൊക്കെയാണ്? ലോകത്തിൻ്റെ പ്രഭു എന്ന് പറയുന്നു. പിന്നീട് ആരംഭം മുതലേ തെറ്റിക്കുന്നവൻ എന്നൊരു ഭാഗത്ത് പറയുന്നു. ദൈവസന്നിധിയിൽ ദൈവത്തെയും ദൈവമക്കളെയും കുറ്റം ചുമത്തുന്ന അപവാദി എന്ന് പറയുന്നു. പിന്നെ പറയുന്നു നുണയൻ, നുണയുടെ അപ്പൻ, ഇങ്ങനെയൊക്കെയുള്ള പേരുകളാണ് സാത്താൻ. ഇത് സാത്താൻ്റെ സ്വഭാവത്തെ നമുക്ക് കാണിച്ചു. ഈ പേര് തന്നെ സാത്താൻ്റെ സ്വഭാവത്തെ, ക്യാരക്ടറിനെ നമുക്ക് വിശദമാക്കി തരുന്നതാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ പഴയ പാമ്പ്, പിശാച്, മഹാസർപ്പം, അപ്പോൾ ഇങ്ങനെയുള്ളതായ ഒട്ടനവധി പേരുകൾ സാത്താന് ചാർത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. അത് സാത്താൻ തന്നെ സ്വയമായിട്ട് നൽകിയ പേരുകളല്ല. പക്ഷേ ദൈവജനം സാത്താൻ്റെ പ്രവർത്തനം, പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ സാത്താൻ്റെ പ്രവർത്തന രീതികൾ വെച്ചിട്ട് ചാർത്തി കൊടുത്തതായ സ്ഥാന പേരുകളാണ്. എന്നാൽ വേദപുസ്തകം സാത്താനെ വിളിക്കുന്നത്, അഥവാ ദൈവം സാത്താനെ വിളിക്കുന്നത് പിശാച് എന്നാണ്. സാത്താൻ കാരണം സാത്താൻ ആർക്കും നന്മ ചെയ്യുന്നതായ ഒരു എൻറ്റിറ്റി അല്ല. പാസ്റ്റർ ഡോണി, ശത്രുവിൻ്റെ വഞ്ചനകളെ ചെറുക്കാനുള്ള ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 37-ൽ നമ്മോട് എന്താണ് പറയുന്നത്? ഓക്കെ, നമുക്ക് ആക്ച്വലി ഈ ജനങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു ചെറിയ ഉദാഹരണം കൊണ്ട് നമുക്ക് നോക്കാം. ഒരു സ്ഥലത്ത് ഒരു പയ്യനെ എന്ത് ചെയ്തു, അവിടുത്തെ ഗവൺമെൻറ് അങ്ങ് എടുത്തുകൊണ്ട് പോയി. അവൻ അനാഥനായിട്ട് ജീവിക്കണം. അവൻ്റെ അപ്പനും അമ്മയും സുഖമില്ലാതെ വന്ന സമയത്താണ് ഇവരെടുത്തുകൊണ്ട് പോയത്. അപ്പോൾ എന്നിട്ട് ഈ അപ്പനും അമ്മയും പിന്നെ ഇവന് കാണാനേ കഴിഞ്ഞില്ല. അപ്പോൾ ഈ എടുത്തുകൊണ്ട് പോയ ഭരണാധികാരിയോട് ഇവന് മനസ്സിൽ ഭയങ്കര വെറുപ്പായിരുന്നു. പക്ഷെ പിന്നീടാണ് ഇവന് മനസ്സിലായത് ഈ അപ്പനും അമ്മയ്ക്ക് വന്നതൊരു മഹാവ്യാധിയായിരുന്നു. ഇവൻ ജീവനോട് ഇരിക്കുമ്പോൾ ഇവനവിടെ നിർത്തിയിരുന്നെങ്കിൽ ഇവനും എന്ത് ചെയ്യുമായിരുന്നു, ആ മഹാവ്യാധി പിടിച്ച് മരിച്ചു പോകുമായിരുന്നു. അപ്പോൾ ഇവൻ മരിക്കാതിരിക്കാൻ ഇവനോടുള്ള സ്നേഹം കൊണ്ടാണ് സർക്കാർ എന്ത് ചെയ്തത്, ഇവനെ മാറ്റിക്കൊണ്ട് പോയത് എന്ന സത്യം ഇവൻ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ ആ രാജാവിനോട് അല്ലെങ്കിൽ ആ ഭരണാധികാരിയോടായിരുന്ന വെറുപ്പ് മാറിപ്പോയതുപോലെ തന്നെ ഇന്ന് സത്യത്തിനെതിരായിട്ട് സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ യോഹന്നാൻ്റെ സുവിശേഷം നമുക്ക് കാണുന്നത്. അത് ഒന്ന് വായിക്കാം നമുക്ക്, എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. അവിടെ പറയുന്നത് എന്താണ്, യേശുവിനോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. എന്താണ്, നീ പറഞ്ഞതുപോലെ നീ രാജാവ് തന്നെ
സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു. അപ്പോൾ സത്യത്തിന് സാക്ഷി നിൽക്കാനാണ് യേശു ജനിച്ചത്. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ സത്യം പുറത്തു വരുന്നിടം വരെ എന്ത് ചെയ്യും? ഈ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും ആളുകൾ, തെറ്റായിട്ട് വിരോധം പ്രകടിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തെ യേശുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? കുരിശിലൂടെ ദൈവ സ്നേഹത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഉദ്ദേശം. മൂന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സാത്താനെ എന്നേക്കുമായി നശിപ്പിക്കുക, അല്ലെങ്കിൽ അവന് അവസാനം കുറിച്ചിരിക്കുന്നു എന്ന് പറയും. ഇങ്ങനെ ഈ മൂന്ന് കാര്യം അത് ഈ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ജനിച്ചു. സത്യതൽപരരായവരെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ ആ സത്യത്തിന് എതിരായി നിൽക്കുന്നവരെ നശിപ്പിക്കും എന്ന മൂന്ന് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. മുമ്പ് ഞാൻ ആ ഉപമ പറഞ്ഞു, അല്ലെങ്കിൽ ആ കഥ പറഞ്ഞ പോലെ നമുക്ക് സത്യം മനസ്സിലാകുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, ദൈവം എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ദൈവത്തോട് വെറുപ്പ് തോന്നും, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ തോന്നും. പക്ഷെ സത്യം വെളിപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ സത്യത്തോട് സ്നേഹം തോന്നും. അതാണ് യേശു പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിന് സാക്ഷി നിൽപ്പാനാണ് വന്നത് എന്ന്. പാസ്റ്റർ ബിനോയ്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ചെയ്യുന്നതായ ഓരോ പ്രവർത്തനങ്ങൾ നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ക്രിയയാണ്. അപ്പോൾ ഈ ക്രിയകളിൽ നാം ഏത് വശത്താണ് നിൽക്കുന്നതെന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ താമസിക്കുമ്പോഴും ജീവിക്കുമ്പോഴും ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ വരാനായിട്ട് പരിശ്രമിക്കുമ്പോഴും ദൈവത്തെ അനുസരിക്കുമ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ വശത്താണ് നിൽക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഈ പോരാട്ടത്തിൻ്റെ നടുക്ക് എങ്ങനെ അങ്ങനെ ജീവിക്കാൻ പറ്റും? ഒരുപക്ഷെ മാനുഷികമായി ചിന്തിച്ചാൽ അത് വലിയ പ്രയാസമാണ് ഈ പോരാട്ടങ്ങളെ അതിജീവിക്കാൻ. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഒന്ന്, കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ പിശാചിനെ തോൽപ്പിച്ചു എന്നുള്ളത് അംഗീകരിക്കുക. അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ പിശാച് ഇന്നൊരു തോൽപ്പിക്കപ്പെട്ട ശത്രുവാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിൻ്റെ ആ വിജയം നമ്മൾ അവകാശപ്പെടണം ഓരോ നിമിഷവും. അത് യേശുവിൻ്റെ ആ രക്തത്താൽ നമുക്ക് വിജയം വന്നിരിക്കുന്നു എന്നത് നമ്മുടെ പോരാട്ടത്തിലും അതിജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. രണ്ടാമത്, കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങൾ. ഞാൻ നിന്നെ സംരക്ഷിക്കും, ഞാൻ നിന്നെ പോറ്റി പുലർത്തും, ഞാൻ നിന്നെ കരുതും, ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ താങ്ങും, മിഖായേലായി ഞാൻ എഴുന്നേറ്റ് വരും എന്നൊക്കെ പറയുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ യാഥാർത്ഥ്യമാണ്. ദൈവം വാക്ക് മാറാത്തതാണ്. ദൈവം അത് നടപ്പിലാക്കും. അങ്ങനെ ഈ വാഗ്ദത്തങ്ങളും ക്ലെയിം ചെയ്തുകൊണ്ട് നമുക്ക് സാത്താൻ്റെ പോരാട്ടങ്ങളെ അതിജീവിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ ബിനോയ്, നാം വേദപുസ്തകം വായിക്കുന്നതായ സമയത്ത് നമുക്ക് പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. പിശാച് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതിൻ്റെതായ പ്രാധാന്യം എന്താണ്? യഥാർത്ഥത്തിൽ ഈ ലോകത്ത് നമ്മുടെ മുഴുവൻ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ തിന്മയിലേക്ക് നയിക്കുന്ന ഒരു ശക്തിയായിട്ട് പിശാച് വന്നിരിക്കുന്നു. അവൻ ഈ കഷ്ടങ്ങൾ, ലോകത്തിൻ്റെ അപവാദിയും നുണയനും തെറ്റിക്കുന്നവനും ഒക്കെ ആകുന്നത് കൊണ്ട് എല്ലാ നെഗറ്റിവിറ്റിയും വിഷമതകൾക്കും ഒരു കാരണം പിശാച് തന്നെയാണ്. യോബിൻ്റെ ജീവിതത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? വീട് നശിപ്പിക്കുന്നതും സമ്പത്ത് നശിപ്പിക്കുന്നതും ഒക്കെ സാത്താനാണ്. നാം മനസ്സിലാക്കുന്നത് എല്ലായ്പ്പോഴും ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് പറയുമ്പോഴും പിശാചാണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടുതലായി ഇടപെടുകയും പ്രകടമായി കാണുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത. പാസ്റ്റർ, റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള ഭാഗങ്ങളും 5-8 വരെയുള്ളതായ ഭാഗങ്ങളിലൊക്കെ കർത്താവായ യേശുക്രിസ്തു സാത്താനെ പരാജയപ്പെടുത്തുന്നതിനെക്കുറിച്ച് പറയുന്നു. എന്താണ് അവിടെ പ്രതിപാദിക്കുന്നത്? അവിടെ നമ്മൾ ആദ്യം കാണുന്നത് 23, ആ ഒരു വാക്കൊന്ന് വായിക്കാം. റോമർ 3:23 പറയുന്നത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാവരായി തീർന്നു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തിരിക്കുകയാണ്? ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാണ്. പാപത്തിൻ്റെ പരിണിത ഫലമാണ് അതിൻ്റെ കാരണം. ഇനി എന്താണ് എല്ലാവർക്കും ഉള്ള മാർഗം? എല്ലാവർക്കും ഒരു മാർഗമേ ഉള്ളൂ. എന്താണ് ആ മാർഗം? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശാണ്. ആ ക്രൂശിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ക്രൂശ് നമുക്ക് വേണ്ടി ചെയ്തത് എന്താണ് എന്ന് തിരിച്ചറിയാൻ ഇടയായാൽ, അല്ലെങ്കിൽ ആദ്യം നമ്മൾ പാപിയാണെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ, ആ പാപത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ മാറി നിൽക്കണം എന്ന് നമ്മളെ ചിന്തിപ്പിച്ചാൽ, അതിന് നമുക്ക് കിട്ടുന്ന അവസരം എന്ന് പറയുന്നത് ക്രൂശിലേക്ക് ചെല്ലുക എന്നാണ്.
അവിടെ ചെല്ലുമ്പോൾ ക്രൂശ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാകുകയും ആ ക്രൂശിൽ മരിച്ച ക്രിസ്തു എനിക്ക് വേണ്ടിയാണല്ലോ, ഞാനാണല്ലോ, എൻ്റെ പാപമാണല്ലോ ദൈവത്തിന് മരിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ യേശുവിന് മരിക്കേണ്ടി വന്നത് എന്ന് നാം ബോധ്യപ്പെടുകയും ആ യേശുവിനെ നമ്മൾ പിൻപറ്റുകയും ചെയ്യും. അവിടെയാണ് റോമർ 5:8 പറയുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ പാപികളായിരിക്കെ ദൈവം എന്ത് ചെയ്തില്ല? നമ്മളെ അങ്ങനെ പാപത്തിൽ വിട്ടുകളയാൻ ആഗ്രഹിച്ചില്ല. നമ്മളെ അതിൽ നിന്ന് വിടുവിക്കുവാൻ എന്ത് ചെയ്തു? ദൈവം നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് പിന്നെ പാപിയായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല. നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹിതനായിട്ട് ജീവിക്കാം. ദൈവം നമ്മളെ നീതീകരിക്കപ്പെട്ടവനായി നമുക്ക് ജീവിക്കാം. അതിനാണ് യേശു ക്രൂശിൽ മരിച്ചത് എന്ന അറിവ് നമുക്ക് ഉണ്ടാകണം. പാസ്റ്റർ ബിനോയ്, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ അവിടെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഒരു പ്രവചനത്തിൻ്റെ നിറവേറൽ പോലെ നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഈ 2 വാക്യങ്ങളെയും, ഒന്ന് പ്രവചനവും മറ്റൊന്ന് നിറവേറലുമായിട്ട് നാം പിശാചിനെ പരാജയപ്പെടുത്തുന്നതിൻ്റെതായ ആവശ്യകത എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? യഥാർത്ഥത്തിൽ വീണ്ടെടുപ്പിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവിടെ ധാരാളം തെളിവുകൾ സാത്താൻ പരാജയപ്പെട്ടതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്. ഉൽപ്പത്തി 3:15 നമുക്ക് ആദ്യം നോക്കാം. ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. ഇത് ആദ്യത്തെ സുവിശേഷമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെയും രക്ഷാപദ്ധതിയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഭാഗമാണ്. വെളിപ്പാട് 12:10 പറയുന്നത്, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞത് കേട്ടത്, നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ ക്രിസ്തുവിൻ്റെ ആധിപത്യം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വെളിപ്പാടിലെത്തുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു രാജാതിരാജാവും കർത്താവുമായിട്ട് അധികാരമേൽക്കുമ്പോൾ പിശാച് എന്നേക്കുമായി നശിപ്പിക്കപ്പെടും എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇനിയും ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞു എന്ന് പറയുന്നു. ഇത് സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ച മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായി ഉള്ളവരെ ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനുമയോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് അലറുന്ന സിംഹത്തിനെ പോലെ മഹാക്രോധത്തോടെ വരുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രശ്നം, അവൻ്റെ സമയം കുറവാണ്. ഈ ഒരു പ്രവചനം നിറവേറാൻ സമയമായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയും മനുഷ്യനെ തെറ്റിക്കുക എന്നുള്ളതാണ് അവൻ്റെ പ്രശ്നം. എന്നാൽ ഇതിൻ്റെ ഒടുവിൽ കർത്താവ് രക്ഷാപദ്ധതി പൂർത്തിയാക്കും എന്നുള്ള യാഥാർത്ഥ്യത്തെ ദർശനമായിട്ട് യോഹന്നാന് കാണിച്ചു കൊടുക്കുന്നു. പാസ്റ്റർ, നമ്മളെല്ലാവരും ഈ ഒരു സംഘടനത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഈ സംഘടനത്തിൽ ദൈവത്തിൻ്റെ നീതിയുടെയും സ്നേഹത്തിൻ്റെയും പ്രകടനം വളരെ പ്രധാനമാണ്. ഈ പ്രാപഞ്ചിക പോരാട്ടത്തിൽ ആ ദൈവനീതിയുടെ പ്രകടനം നമുക്കെങ്ങനെയാണ് കാണിക്കുവാൻ സാധിക്കുന്നത്? ശരിക്ക് നമ്മൾ ഈ ഭാഗം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഉൽപ്പത്തി മുതൽ, അല്ലെങ്കിൽ ഏദൻ തോട്ടം മുതൽ പോകേണ്ടതുണ്ട്. ഏദൻ തോട്ടത്തിൽ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ ദൈവത്തെ അനുസരിച്ചും സ്നേഹിച്ചും ദൈവമായിട്ടുള്ളതായ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ആ ഒരു ബന്ധം നിലനിർത്തി പോകേണ്ടിരുന്ന സ്ഥാനത്ത് സാത്താനെ വിശ്വസിച്ച് ദൈവത്തിന് വിരോധമായി മാറിയിരിക്കുകയാണ്. അവിടെ മുതൽ എന്ത് സംഭവിക്കുകയാണ്? ജനത്തിന് ഭയവും മരണവും ആശങ്കയും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയെല്ലാം ഇതിൽ നിന്നുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നീതിയാണ്. കർത്താവായ യേശുക്രിസ്തു എന്ന നീതിയാണ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നീതി, നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നോക്കി എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് നീതി കിട്ടുന്നു. ആ നീതി ക്രിസ്തുവാണ്. ആ നീതി ക്രിസ്തു നമുക്ക് നൽകിയത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം മൂലമാണ്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ പോരാട്ടത്തെ നമുക്ക് പോരാടാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അവൻ്റെ കൂടെ അങ്ങ് പോകും. നമുക്ക് വേണ്ടി ഒരു നീതി ലഭിച്ചിരിക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തെ മാറ്റിയിരിക്കുന്നു. നമ്മൾ ചെയ്ത പാപത്തിന് പരിഹാരമായി ദൈവം നമ്മളെ പാപത്തിൽ വിടാതെ വീണ്ടെടുക്കുവാൻ വന്നിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആ ക്രിസ്തു എൻ്റെ നീതിയാണ് എന്ന ബോധ്യത്തോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കതിനെ എതിർക്കാൻ കഴിയും. പാസ്റ്റർ ബിനോയ്, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഈ പ്രവൃത്തിയെ അഥവാ ഈ ലോകത്തുള്ളതായ പ്രശ്നത്തെ പരിഹരിക്കുവാൻ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് യെശയ്യാവിൻ്റെ പ്രവചനം 5-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നു. എന്താണ് അവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്? യെശയ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായം 3-4 ദൈവം പറയുന്നത്, ചില ദൈവത്തിൻ്റെ വിശ്വസ്തതയെ പരിശോധിക്കാനായിട്ട് ചില മനുഷ്യരെ അല്ലെങ്കിൽ കേവലരായ ജീവികളെ അല്ലെങ്കിൽ ക്രീച്ചേഴ്സിനെ ഉപയോഗിക്കുന്നുണ്ട്.
അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ നീതി, വിശ്വസ്തത അതൊരിക്കലും മാറത്തില്ല. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളിൽ അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. കാരണം പരിശോധിക്കാനായിട്ട് അയക്കുന്നത് ദൈവം വിശ്വസ്തനാണോ എന്ന് അറിയാനാണ്. എന്നാൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും കോട്ടം വരുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് സാത്താനെ തോൽപ്പിക്കാൻ കഴിയും. ദൈവം വിശ്വസ്തനാണ്. ദൈവം വാക്കുകളാൽ നീതീകരിക്കപ്പെടണം. ന്യായവിസ്താര സഭയിൽ അതിനെ ജയിക്കാൻ സാധിക്കും. ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ഡോണി, ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദൈവം ഇനി ചെയ്യാനുള്ളത് എന്താണ്? അഥവാ ദൈവം ചെയ്തിട്ടുള്ളതിൽ അധികമായി ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിൽ ഇതേ ചോദ്യമുണ്ട്. ഒരു മുന്തിരിത്തോട്ടവുമായി കണക്ട് ചെയ്തുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഭാഗം വായിച്ചാൽ അതിനകത്ത് പറയുന്നത് കാട്ടുമുന്തിരി കായ്ച്ചു എന്നാണ്. നമ്മളതിൻ്റെ ചില ട്രാൻസ്ലേഷൻ എടുത്താൽ ഒരു ഉപയോഗമില്ലാത്ത മുന്തിരി, വർത്ത്ലെസ് ഫ്രൂട്ട് എന്ന് പറയുന്നുണ്ട്. ഒരു പ്രയോജനമില്ല. അതെന്ന് വെച്ചാൽ ഒരു വർത്ത്ലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഫലം കായ്ച്ചില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. വർത്ത്ലെസ് ഫ്രൂട്ട് എന്നൊരു ഫ്രൂട്ട് ഇല്ലല്ലോ. അപ്പോൾ ഫലം കായ്ച്ചില്ല. എല്ലാം ചെയ്തിട്ടും എന്ന് വെച്ചാൽ ഈ ഈ മുന്തിരിത്തോട്ടക്കാരൻ ആരാണ്? ദൈവമാണ്. ഈ മുന്തിരിത്തോട്ടം നമ്മളാണ്. അപ്പോൾ ഈ മുന്തിരിത്തോട്ടത്തിലുള്ള നമ്മൾക്ക് വേണ്ടി തോട്ടക്കാരനായിരിക്കുന്ന ദൈവം ഈ ഫലം കായ്ക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്തു. എന്നിട്ടും എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മൾ ഫലം കായ്ച്ചില്ല. എന്തുകൊണ്ട് നമ്മൾ ഫലം കായ്ച്ചില്ല? നമ്മൾ ഇനി തോട്ടക്കാരൻ്റെ തോട്ടമായിട്ട് ബന്ധപ്പെടുത്താതെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഫലം കായ്ക്കേണ്ടതിന് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫലം കായ്ക്കാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾ അവിടെയല്ല നമ്മുടെ വിശ്വാസം, നമ്മുടെ ട്രസ്റ്റ്, നമ്മുടെ ആശ്രയം അവിടെയല്ല. നമ്മൾ പകരം നമ്മൾ ഈ ലോകത്തിലുള്ള എന്തിൻ്റെയോ ഒക്കെ പുറകെ മോഹിക്കരുതെന്ന് പറഞ്ഞതിനെയൊക്കെ മോഹിച്ച് നമ്മൾ പോകുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ ആ ഈൽഡ് എടുത്തുകൊണ്ട് ഫലം കായ്ക്കാൻ കഴിയുന്നില്ല. നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയിലും ദൈവവചന പഠനത്തിൽ നിന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നല്ല ഫലം കായ്ക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ അതിന് അർത്ഥം നമ്മളതിൽ നിലനിൽക്കുന്നില്ല. നമുക്ക് ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ യഥാർത്ഥമായി നമ്മൾ ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ദൈവവചനത്തെ പൂർണ്ണമായി നമ്മൾ ഗ്രഹിച്ചുകൊണ്ടാണോ, അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണോ അത് പഠിക്കുന്നത്, അതോ നമ്മൾ തെറ്റായ തത്വം മനസ്സിലാക്കിയാണോ പോകുന്നത്? അതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ്, അതൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഫലം കായ്ക്കാൻ കഴിയാത്തത്. യഥാർത്ഥത്തിൽ അങ്ങനെ ദൈവവചനത്തിൽ വിശ്വസിച്ചാൽ ഫലം കായ്ക്കും. അങ്ങനെ കായ്ച്ചവരുടെ അനേക ഉദാഹരണങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ തന്നെ ഉണ്ട്. പാസ്റ്റർ ബിനോയ്, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ഈ നേരത്തെ പാസ്റ്റർ ഡോണി പറഞ്ഞതനുസരിച്ച് യെശയ്യാവിൻ്റെ പ്രവചനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാട്ടുമുന്തിരി കായ്ക്കാനുള്ളതായ കാര്യകാരണങ്ങൾ അവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് ഫലം കായ്ക്കാൻ കഴിയാത്തത്? യഥാർത്ഥത്തിൽ ഫലം കായ്ക്കാൻ കഴിയാത്തത് കർത്താവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ എന്നെ പോറ്റി പുലർത്തി, ഞാൻ നട്ടു, വളമിട്ടു, വെള്ളമൊഴിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് പറയുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ജയിച്ചു എന്ന് പറയുന്ന അതിൽ നമ്മൾ വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യമാണ് ഏറ്റവും വലുത്. ഫലം കായ്ക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ഉണ്ടാക്കിയ രക്ഷാപദ്ധതിയിൽ നമ്മൾ ആശ്രയിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് ന്യായവിധി സ്വർഗത്തിൽ ആരംഭിക്കുമ്പോൾ മുതൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ നമുക്ക് സമാധാനമുള്ളതുകൊണ്ട് ആ കൃപയിൽ വളരാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുമ്പോൾ നമുക്കതിൽ ജീവിക്കാനായിട്ട്, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും ദൈവത്തിൻ്റെ മക്കൾക്ക് ഈ സാത്താൻ്റെ വിജയത്തെ കാണാൻ സാധിക്കും. ദൂതന്മാർ പോലും സാത്താനെ വിധിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ആ സന്ദർഭത്തിൽ നമുക്ക് ലഭിക്കും. സർ, യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായത്തിൽ അതിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ പ്രയാസങ്ങളും കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ വഹിച്ചു എന്ന് പറയുകയാണ്. നമുക്ക് എങ്ങനെ കൂടുതൽ അതിൽ ആശ്രയിച്ച് ആ ക്രിസ്തു വഹിച്ചത് അത് നമുക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുവാൻ സാധിക്കും? അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. പലരും വിചാരിച്ചത് ക്രിസ്തു തൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഈ കഷ്ടതയൊക്കെ അനുഭവിക്കുകയാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ പ്രവർത്തനം കൊണ്ടല്ല,
ക്രിസ്തു നമ്മൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഓരോ വേദനയും നമ്മുടേതാണ്, നമ്മൾ വഹിക്കേണ്ടതാണ്. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. ആ 4-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് നോക്കാം. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചിരിക്കുന്നു വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ രോഗം, നമുക്കുണ്ടാകേണ്ട രോഗം, ഞാൻ ഇതിനെക്കുറിച്ച് അല്പം കൂടെ വേറെ ചിന്തിച്ചപ്പോൾ യേശുക്രിസ്തുവിനെ അടിച്ചു, 39 അടി അടിച്ചു എന്നാണ് എനിക്ക് ഒരു പഠനത്തിലൂടെ മനസ്സിലായത്. സാധാരണഗതിയിൽ 39 അടി എന്ന് പറഞ്ഞാൽ ശിക്ഷ കഴിഞ്ഞു. പക്ഷേ ഈ 39 രോഗങ്ങൾ മനുഷ്യർക്കുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ മനുഷ്യർക്ക് 39 രോഗങ്ങൾ ലോകത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ 39 അടി കൊണ്ടതോടുകൂടി മനുഷ്യരുടെ 39 രോഗങ്ങൾക്കും പരിഹാരം ദൈവം അവിടെ കണ്ടെത്തി. പക്ഷേ മനുഷ്യൻ എന്ത് ചെയ്തിട്ടില്ല? ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം അടി കൊണ്ട് നമ്മുടെ രോഗത്തെ മാറ്റിയത്. അപ്പോൾ അത് തിരിച്ചറിയണം. ഞാനാണ് കർത്താവിനെ ക്രൂശിച്ചത്, അല്ലെങ്കിൽ എൻ്റെ പാപമാണ്, എൻ്റെ തെറ്റുകളാണ് ദൈവത്തിന് ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ദൈവമായിട്ടുള്ളതായ ആ ഈടാർന്ന ബന്ധത്തിൽ പോകാൻ കഴിയുന്നതും യഥാർത്ഥ ദൈവമക്കളെന്ന് നമുക്ക് അംഗീകാരം ലഭിക്കുന്നതും. പാസ്റ്റർ ബിനോയ്, ഏറ്റവും ഒടുവിലായി ഈ പ്രപഞ്ച സംഘട്ടനത്തിൽ ദൈവത്തിൻ്റെ വശം ന്യായീകരിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെയാണ് ബോധ്യമാകുന്നത്? ദൈവം നീതിമാനാണെന്ന് ന്യായീകരിക്കുന്നതിനേക്കാൾ അവൻ നീതിമാനാണ് എന്ന് സ്ഥാപിക്കുന്നത് നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുന്നതിലൂടെയാണ്. അത് വാഗ്ദത്ത നിവർത്തി എന്നുള്ളതാണ് രക്ഷാപദ്ധതിയുടെ അന്തിമ വിജയം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയും അതിനോടൊപ്പം പിശാചിനുള്ള ശിക്ഷയും കാണുമ്പോൾ പിശാച് പറയുന്നതായ എല്ലാ പൊളിവചനങ്ങളുമാണ് എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒറ്റ പ്രവൃത്തി കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഇന്ന് പാഠം പഠിച്ചതായ ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ക്രൂശ് മരണം അത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ആയിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ഡോണിയുമായിട്ട് പ്രാർത്ഥിക്കാം. അടിങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ ശാബ സ്കൂൾ ചർച്ചയിൽ പങ്കെടുക്കുവാൻ അടിങ്ങളെ സഹായിച്ചതുകൊണ്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ചർച്ച നയിച്ച പാസ്റ്റർക്കായി നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങൾ ചർച്ച ചെയ്തതായ ഭാഗങ്ങളൊക്കെ കർത്താവെ കേൾക്കുന്ന അങ്ങയുടെ മക്കൾക്ക് പ്രയോജനമുള്ളതായി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകളും കുറവുകളും ക്ഷമിക്കണമേ കർത്താവെ. ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ അവിടുന്ന് അതിനെ ജയിച്ചതായതുകൊണ്ട് ഞങ്ങൾക്ക് ആ ജയിച്ച് അങ്ങയുടെ കൂടെ പിൻപറ്റിക്കൊണ്ട് അതിനെ ജയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടിക്കൽ സ്തോത്രം. സകലതും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തതായ പാസ്റ്റർ ബിനോയെയും പാസ്റ്റർ ഡോണിയെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നാം ഈ ലോകത്തിൽ ഒരു വലിയ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ പോരാട്ടത്തിൽ സാത്താൻ നമുക്ക് എതിരെയും കർത്താവ് നമുക്ക് അനുകൂലമായും ആണ് നിൽക്കുന്നത്. കർത്താവിനോട് ചേർന്ന് നിന്ന് ഈ പോരാട്ടം വിജയിക്കേണ്ടുന്നതായ ആവശ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതുപോലെ തന്നെ കർത്താവ് നമ്മെ അതിന് സഹായിക്കുകയും ചെയ്യുന്നു. ആ കർത്താവിൻ്റെ സഹായം സ്വീകരിച്ച് പോരാട്ടത്തിൽ വിജയിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.